കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. छोड़ो! Everything perfect, sir. Perfect. Southern Railway Anti-Criminal Task Force. Operation of the Nila River. റാക്ട് അവിടെ 100 മേനി വിജയം ചെയ്തു. റാക്ടിന്റെ ചീഫ് ആരാണ്? ഡോക്ടർ ഷറഫുദ്ദീൻ താരമസി IPS. തമിഴ്നാട് കാഡർ 87 ബാച്ച്. മലയാളിയാണ്. ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ്. ടീമിലുള്ള മറ്റുള്ളവർ? സോറി, റാക്ടിന്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് അധികാരമില്ല. ഈ പ്രസ് മീറ്റിൽ റെയിൽവേ എസ്പിയും വരേണ്ടതല്ലേ? ഇറ്റ്സ് മൈ പ്രസ് മീറ്റ്. ഡിവിഷണൽ മാനേജറും SP അലക്സാണ്ടറും തമ്മിൽ ശത്രുതയിലാണെന്ന് ഞങ്ങൾ എഴുതട്ടെ? നോ കമന്റ്സ്. 1.5 മാസം മുൻപ് നടന്ന സാറിന്റെ സിസ്റ്ററിനോയുടെ മരണം? നോ പ്ലീസ്, മീറ്റിംഗ് ഈസ് ഓവർ. ഡിവിഷണൽ മാനേജർ പ്രസ് മീറ്റിംഗ് എന്നല്ല നീ അവിടെ കാഷ്ടിച്ചതിന്റെ പേര്. അലക്സാണ്ടർ ചെമ്പാടിനെതിരെയുള്ള മീഡിയ സിൻഡിക്കേറ്റ് മീറ്റിംഗ്. എനിക്കെതിരെ നീ ഒരു പോർക്കിൻ കൂട്ടത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ പേര്? കാറ്റെന്നോ റാറ്റെന്നോ? അവനൊക്കെ എന്ത് ചെമ്പുലി കൂട്ടുവാലും ശരി, ഈ ചമ്പാടന് പുല്ലാടാ. രോമം. ചെമ്പാടൻ പ്ലീസ് ഉണ്ടരുത്. ഇനി എന്റെ ഒഴിവാ. ഞാൻ വിളിച്ചു പറയും, നീ കേൾക്കും. സെൻട്രൽ റെയിൽവേയുടെ നെഞ്ചത്ത് കൂടെ പായുന്ന തീവണ്ടിക്ക് പാറാവ് നിൽക്കാനല്ല ചമ്പാടൻ ബോർഡ്സിൽ ചേർന്നത്. കണ്ട കാക്കയുടെയും തുർക്കിയുടെയും വെടികൊണ്ട് ചാവാനുമല്ല, 4 കാശുണ്ടാക്കാനാ. ചെമ്പാടാ, പാലക്കാട്ടെ ഓരോ മൈൽ കുറ്റിക്കും കാണും തന്നെ പറ്റി പറയാൻ 1000 കംപ്ലൈന്റുകൾ. റെയിൽവേ എസ്പിയുടെ സിംഗപ്പൂർ കടത്തലുകളോ ഭാര്യയുടെ പേരിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ കണക്കുകളോ ഒന്നുമല്ല ഷറഫുദ്ദീൻ എന്നോട് ചോദിച്ചത്. ക്രൈം നമ്പർ SRC 1122, ട്രെയിൻ നമ്പർ 2013, സൗബർണിയ എക്സ്പ്രസ്. ചെമ്പാടാ, ആ ഫയലടക്കം നിന്റെ വിരലടയാളം പതിഞ്ഞ 7 കേസുകെട്ടുകൾ ഷറഫുദ്ദീൻ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. അപ്പോ വിറക്കിയല്ല, താൻ നിന്ന് തുള്ളും. ചെമ്പാടാ, ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനെന്ന് നിനക്ക് തോന്നും. കാരണം നിനക്ക് പിന്നിലുള്ളത് ഷറഫുദ്ദീനാണ്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഷറഫുദ്ദീൻ താരമസി. സർ, ലബ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ തെറ്റിയല്ലേ? നോ സുദർശൻ, റാറ്റിന് ലഭിച്ച എക്സ്ട്രാ റൺ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ആണ് ലബ്. സി, തമിഴ്നാടും കേരളവുമായി വ്യാപിച്ചു കിടക്കുന്ന 563 കിലോമീറ്റർ നീളമുള്ള പാലക്കാട് ഡിവിഷൻ. റെയിൽവേ പോലീസ് ചാർജ് ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം 200. അതിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് 7. തെളിയിക്കപ്പെടാത്ത ആ കേസുകൾ റാക്ട് ഏറ്റെടുക്കുന്നു. യാ, യു ആർ റൈറ്റ്. സോ ആദ്യത്തെ കേസ് ട്രെയിൻ നമ്പർ 2013 ചെന്നൈ മംഗലാപുരം സൗബർണിക എക്സ്പ്രസ്. ക്രൈം റിപ്പോർട്ട് ചെയ്തത് മധുക്കര റെയിൽവേ സ്റ്റേഷൻ അണ്ടർ പാലക്കാട് ഡിവിഷൻ. ഒരു കൊലപാതകം, 2 ആത്മഹത്യ. ഒരേ ട്രെയിൻ, ഒരേ കമ്പാർട്ട്മെന്റ്, 3 victims and all 3 of them ladies. സർ, തമിഴ്നാട് റെയിൽവേ മന്ത്രി മുരുകമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഈ പറയുന്ന സൗബർണിക എക്സ്പ്രസ്. സംഭവം നടന്ന ഫസ്റ്റ് AC കോച്ചടക്കം മൊത്തം 17 കോച്ച് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ക്ലാസ് AC, 2 സെക്കൻഡ് ക്ലാസ് AC. ഇതിനെല്ലാറ്റിനും കൂടി ഒരു TT. പേര് മുത്തുരാജ് എന്ന തത്തമംഗലം മുത്തു. അതെ, ബ്ലാക്ക് ടിക്കറ്റ് റാക്കറ്റിന്റെ കണ്ണിയായതിനാൽ ഇപ്പൊ സസ്പെൻഷനില്ല. വേറെ സ്റ്റാഫ്? ഒരാളും കൂടി ഉണ്ട് സർ. ഹൂ? സർ, AC ഏട്ടന്റെ സുന്ദരം കുതിരമൂളി, കൊല്ലങ്കോട് വില്ലേജ്, പാലക്കാട്. കുതിരമൂളിക്ക് 3 വർഷത്തെ സർവീസ് ഉണ്ട് സർ. ഈ കമ്പാർട്ട്മെന്റിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും മൂളി മൂകസാക്ഷി ആയിരുന്നിരിക്കണം സർ. എയർ കണ്ടീഷണർ മാത്രമല്ല, പാസഞ്ചേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നവനാണ് അറ്റൻഡർ.
സാർ ഇവനാണ് കുതിരമൂളി. ആരാ നിങ്ങൾ? നിങ്ങളല്ല, ഞങ്ങൾ സതേൺ റെയിൽവേ ആന്റി ക്രിമിനൽ ടാസ്ക് ഫോഴ്സ്. കോംറേഡ്സ്, സർ. ഇനി സുന്ദരനും ഉണ്ടാവണം നമ്മുടെ കൂടെ. സർ, സൗപർണിക എക്സ്പ്രസിനേറ്റ കളങ്കം നമുക്ക് കഴുകി കളയണ്ടേ സുന്ദര? വേണ്ടേ? വേണം സർ. ശരിക്കും പറഞ്ഞ ട്രെയിനിൽ അന്ന് എന്തൊക്കെ നടന്നു? എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല സർ. ചെറുതായിട്ട് പറഞ്ഞാ മതി, ഞങ്ങളത് വലുതാക്കിക്കോളാം. അന്ന് കറുത്തവാവായിരുന്നു. കരിപ്പട്ട ദിവസം. ട്രെയിനിന്റെ കന്നി യാത്ര തന്നെ മുടിഞ്ഞുപോയി. സംഭവം നടന്ന 4551 നമ്പർ ഫസ്റ്റ് AC കോച്ചിലെ യാത്രക്കാരൻ മറന്നിട്ടില്ലല്ലോ സുന്ദരൻ? ആരൊക്കെയായിരുന്നു? ചെന്നൈ മംഗലാപുരം സൗപർണിക എക്സ്പ്രസ്. എ കൂപ്പയിൽ പ്രശസ്ത നർത്തകി തുളസിമണിയായിരുന്നു സാർ. ബി കൂപ്പയിൽ സിനിമാ നടി പ്രിയ റോസ്, അച്ഛൻ രാമചന്ദ്രൻ, അമ്മ രാജമ്മ, ഡോക്ടർ അജയ് ഘോഷ്, ഡോക്ടർ രൂപേഷ് പൊതുവാൾ, ഡോക്ടർ ഗോവിന്ദ് രാഘവ്, ഡോക്ടർ മാതങ്കി വർമ്മ. ഇവരാണ് സി കൂപ്പയിലെ യാത്രക്കാർ. ഡി കൂപ്പയിൽ യാത്ര ചെയ്തവർ തമിഴ് നോവലിസ്റ്റ് സീതാരാമനും പാലക്കാട് റെയിൽവേ SP അലക്സാണ്ടർ ചെമ്പാടനും. ഈ കൂപ്പയിൽ മാധവൻ മാസ്റ്റർ, ഭാര്യ അംബിക മാധവൻ, മകൻ ബാലചന്ദ്രൻ. പിന്നെ NDTV റിപ്പോർട്ടർ ശ്രേയ മരിയ. നീ എന്നെ കൈവിടരുത് പ്ലീസ്. ഞാൻ ഊണും ഉറക്കം ഇല്ലാതെ ടിക്കറ്റുകൾ വിറ്റുണ്ടാക്കിയ ശമ്പളവും കിമ്പളവും എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെലവാക്കിയിട്ടുള്ളത്. എന്റെ കന്യാകുമാരി അമ്മച്ചാണ് സത്യം. നന്ദി വേണം, നന്ദി. ഇന്നലെ നീ എന്നെ ചതിച്ചിട്ട് കണ്ണി കണ്ടോമാരുടെ കൂടെ പോയി. ഈ രാത്രിയെങ്കിലും നീ എന്നെ ചതിക്കരുത്. ഈ രാത്രി നീ എന്റെ കൂടെ വേണം. ചതിക്കോ എന്റെ ജോക്കർ റൂട്ടാ? നിന്നെ വച്ച് ഞാൻ കാശുണ്ടാക്കും. നമസ്കാരം കപ്പിളി. ഒരു മിനിറ്റ്, കൈയൊക്കെ വിരിവിരാന്ന് വരുന്നു. ഒരു കളി കളിക്കാം. കളിയൊക്കെ പിന്നെ സാറിന്റെ ഡ്യൂട്ടി നോക്ക്. എനിക്ക് എന്റെ ഡ്യൂട്ടി നോക്കണം. പരിശുദ്ധമായ ചീട്ടുകളിയെ പുച്ഛിക്കുന്നു. നീ എന്ന് ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ. സീറ്റ് നമ്പർ 1 തുളസി മണി, സീറ്റ് നമ്പർ 2 മണി തുളസി. എന്നിട്ട് ഒന്നേ ഉള്ള തുളസി മണി, മണി തുളസി. ഇതെന്നെ മരമായോ? ഉള്ള ഒരു മണി മട്ടും ഇരിക്കേ. ഇതെപ്പടി? May I come in? Yes. സോറി, മൂക്കിന്റെ പാലം പോയി. തുളസി മണി, മണി തുളസി. ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഒരാൾക്ക് 2 പേരിൽ 2 ടിക്കറ്റ്. അത് തെറ്റാണ് ചെല്ലക്കളി. തെറ്റാണെന്ന് എനിക്കറിയാം TT മിസ്റ്റർ മുത്തുരാജ്. യെസ്. ആ തെറ്റ് കണ്ടില്ലെന്ന് വെക്കാനാ ഇത്. ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഇത് വാങ്ങുന്നത് തെറ്റാണ് ചെല്ലക്കളി. നോക്കൂ. ഇപ്പൊ ശരിയായി. ഞാൻ വിചാരിച്ച ഒന്നേ ഉള്ളെന്ന്. ഒന്ന് കേക്കട്ടുമാ? ആടത്തറിയുമാ? ആമാ, ഞാൻ ഡാൻസർ. പറഞ്ഞു വരുമ്പോ നമ്മള് 2 കളിക്കാരാ. മാഡം ഡാൻസ് കളി, ഞാൻ ചീട്ട് കളി. അതെ, രാത്രി എല്ലാരും ഉറങ്ങിട്ട് ഞാൻ വരാം. നമുക്ക് ഇവിടെ ഇരുന്ന് വെളുക്ക വേഷ കളിക്കാം. വേണ്ട, എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അതെ, പ്രൈവറ്റ് ആയിട്ടാണല്ലോ കളിക്കാനുള്ളത്. അതാണ് അതിന്റെ ഒരു ശരി. ഇയാള് പോണം. അപ്പൊ ചീട്ട് കളി കളിക്കുന്നില്ല. ഈ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. സർ, എനിക്ക് സീറ്റ് ഒന്ന് മാറ്റി തരണം. അയ്യോ, ഉങ്ങളെ സീറ്റ് 6 താ. വീക്കുപ്പ അകത്ത് ഫിലിം സ്റ്റാർ പ്രിയ റോസും ഉണ്ട്. ആടിപ്പാടി ജാലിയായിട്ട് പൊക്കൂടെ? എനിക്ക് ആ സീറ്റ് വേണ്ട സർ. അമ്മ, അത് വന്നേ സൗപർണിക എക്സ്പ്രസിൽ വേറെ കാലി സീറ്റ് ഒന്നും ഇല്ലേ? എല്ലാമേ ഫുള്ള് താ. ഹജ്ജ് സീസൺ. പുടി പുടി പുടി. സർ, ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ, അത് പറ്റില്ല. അതെന്താ? ഇന്ത്യൻ റെയിൽവേ റൂൾ ആണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനത് തെറ്റിക്കില്ല. കുട്ടി ചെല്ലു, ഞാൻ ചീട്ടുമായിട്ട് വരാം. അല്ല, ചാർട്ടുമായിട്ട് വരാം.
വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി കളിക്ക്. താല്പര്യമില്ല. നീ എന്തിനാടാ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്? പോടാ പോയി ഡ്യൂട്ടി ചെയ്.